ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയയിൽ കൊടൂര തൂക്കിയടി എന്ന് തന്നെ പറയാം. ദുൽഖറിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വരാൻ പോകുന്നത്, കാന്ത എന്ന ചിത്രത്തിൻ്റെ ടീസർ ഇറങ്ങിയതോടെ അത് ഒരു ഒന്നൊന്നര സംഭവമായി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ആരാധകർ മുഴുവൻ അതൊരു ഞെട്ടിപ്പിക്കുന്ന സന്തോഷകരമായിട്ടുള്ള സംഭവമായി കൊണ്ടാടുക തന്നെയാണ്. ഓരോ ദിവസവും അമ്മാതിരി തന്നെയാണ് വരുന്നത്. ഇപ്പോൾ IMDbയിൽ സിനിമ 5ാം പൊസിഷനിലാണ്, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡിലേക്ക് നിൽക്കുമ്പോൾ. അതെ, സിനിമയുടെ ടീസർ മാത്രം പുറത്തിറക്കി വിട്ടുകൊണ്ട് സിനിമയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നെ വരാതെ ആ റേഞ്ചിലെത്തുമ്പോൾ വീണ്ടും ദുൽഖർ ഞെട്ടിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവാർഡ് പരിപാടികളിലേക്ക് കടക്കുമ്പോൾ, സിനിമ അവാർഡിലേക്ക് വരുമ്പോൾ വമ്പന്മാരുമായിട്ട് കൊമ്പ് കോർക്കുന്നു ദുൽഖർ. നമുക്കറിയാം, ഈ വർഷം ദുൽഖറിന് മികച്ച നടനുള്ള തെലുങ്കിൽ നിന്നുള്ള അവാർഡ് ലഭിച്ചിരുന്നു. സ്പെഷ്യൽ ജൂറിയാണ്, അതായത് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് ലഭിച്ചിരുന്നു. അവിടുത്തെ സ്റ്റേറ്റ് അവാർഡാണ് ലഭിച്ചിരുന്നത്. അന്യഭാഷയിൽ പോയി കമലഹാസൻ്റെ അതേ ചുവട് പിടിച്ച് അന്യഭാഷയിൽ പോയി അവാർഡ് തൂക്കാനും അവിടെ വിജയം കൊയ്യാനും ഇന്ത്യയിൽ വേറെ ഒരു നടനെയും നമുക്ക് കണ്ടിട്ടില്ല. ഇതിനിടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഹൈപ്പ് ഒന്ന് ചെയ്യണം. ഇന്ന് നമ്മൾ ആരൊക്കെയാണ് ദുൽഖറിനൊപ്പം മത്സരിക്കാൻ, അല്ലെങ്കിൽ ദുൽഖർ ആരുടെയൊക്കെ ഒപ്പമാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതായത് തെലുങ്ക് സിനിമയിലെ എല്ലാം വമ്പന്മാരുമാണ് ദുൽഖറിന് ചുറ്റും അണിനിരന്ന് നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് തന്നെ അല്ലു അർജുൻ പുഷ്പ 2 കടുത്ത മത്സരത്തിൽ നിൽക്കുമ്പോൾ, അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ജൂനിയർ NTR ആണ് ദേവരയിലൂടെ. നാനി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പ്രഭാസ് കൽക്കിയിലൂടെ എത്തുന്നു, തേജ എത്തുന്നു ഹനുമാൻ എന്ന ചിത്രത്തിലൂടെ. അപ്പോൾ നോക്കാം ഏത് റേഞ്ചിലാണ് ദുൽഖറിൻ്റെ മത്സരം. കടുത്ത കോമ്പറ്റീഷനിലും ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു നടൻ തെലുങ്കിൽ പോയി വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളത് തന്നെ അത് ഓൾറെഡി നമ്മൾ പ്രൂവണാണ്. പക്ഷേ ഇവിടുത്തെ വമ്പന്മാർക്കിടയിൽ നിൽക്കുമ്പോഴും തലയെടുപ്പോടെ ഒറ്റക്കൊമ്പനായി അമ്മാതിരി ഒരു നിൽപ്പ് തന്നെയാണ് നമുക്ക്, ഒരൊറ്റയാൻ നിൽപ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു പക്ഷേ അല്ലു അർജുനും NTRനുമുള്ള സപ്പോർട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ദുൽഖറിന് തെലുങ്ക് ജനത നൽകുന്നു എന്ന സന്തോഷകരമായ വാർത്ത തന്നെയാണ്. അടുത്ത വർഷം നമുക്ക് കാണാം അത് തമിഴിലേക്ക് മാറ്റി ദുൽഖർ പിടിക്കുന്നത്. അതെ, കാന്ത വരുമ്പോൾ അവിടെയും ഇതേപോലെ കടുപ്പിച്ച മത്സരത്തിൽ ദുൽഖർ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്താണേലും ഇന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്നു, പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീറിമുറിക്കുന്നു, ഒപ്പം അത് കീഴടക്കുകയും ചെയ്യുന്നു ദുൽഖർ തൂക്കിയടിയിലൂടെ. ആരൊക്കെയാണ് ദുൽഖറിനെ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യാം. ഒപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ്.